നമ്മളിന്ന് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എസെക്കിയേലിന്റെ പുസ്തകമാണ്. എസെക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം തുടങ്ങി 5-ാം അധ്യായം വരെയുള്ള ഒരു ചെറിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിച്ചു പോകുന്നത്. എസെക്കിയേലിന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എൻ്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തി. അവനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ മർക്കടമുഷ്ടികളും കഠിനഹൃദയരും ആണ്. അവരുടെ അടുത്തേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. ഇവിടെ എസെക്കിയേലിനോട് പറയുകയാണ്, മർക്കടമുഷ്ടിയുള്ളവരുടെ അടുത്തേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. അനുസരണയില്ലാത്തൊരു ജനത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. നമുക്കറിയാം, യേശു പറഞ്ഞൊരു വാക്യം, വളരെ ശ്രേഷ്ഠമായൊരു വാക്യം, ഞാൻ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇന്ന് നമുക്കൊരു സുവിശേഷം ഉണ്ടെങ്കിൽ, ഒരു ദൈവവചനം നമുക്ക് പറയാനുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൃപ മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ദൈവത്തെക്കുറിച്ച് പറയാൻ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ കുഞ്ഞാടുകളുടെ അടുത്തോട്ടാണ് ഇറങ്ങുന്നതെന്ന് വിചാരിക്കരുത്. നമുക്കുള്ള ശുശ്രൂഷ ചെമ്മരിയാടും കുഞ്ഞാടും ഒക്കെ ആയിട്ട് നിൽക്കേണ്ടത് നമ്മളാണ്. നമ്മൾ പോകുന്നത് എവിടേക്കാണ്? ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെയാണ് നമ്മൾ പോകേണ്ടത്. ചെന്നായുടെ സ്വഭാവം എന്താ? ചെന്നായി അവൻ ആക്രമിക്കും, അവൻ കടിച്ചു കീറും, അവൻ പ്ലാൻ ചെയ്ത് അവൻ നമ്മെ കീഴ്പ്പെടുത്തും. അവൻ ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത് ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കത്തില്ല. ചെന്നായ കൂട്ടത്തോടുകൂടിയാണ് വരുന്നത്. അവൻ ചുറ്റും അവന് ഒരു ടാർജറ്റ് ഉണ്ടെങ്കിൽ ആ ടാർജറ്റിൻ്റെ ചുറ്റും അവൻ ചിലപ്പോൾ സമയങ്ങളോളം വെയിറ്റ് ചെയ്യും, ഒരുപക്ഷെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഒറ്റയടിക്ക് ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും ശ്രദ്ധിച്ചോ, സാത്താൻ നമുക്കെതിരെ വരുന്നതും, നമുക്ക് ചുറ്റുപാടും ഈ ലോകം നമുക്കെതിരെ വരുന്നതും, ലോകമക്കൾ നമുക്കെതിരെ വരുന്നതും എപ്പോഴും ഈ മേഖലയിലായിരിക്കും. നമ്മൾ എപ്പോഴും നിൽക്കുന്നത് ഒരു കുഞ്ഞാടിനെ പോലെയാണെങ്കിൽ നമ്മുടെ ചുറ്റും അവർ ഒരു ചെന്നായെ പോലെ ആക്രമിക്കുന്ന ഒരു ആക്രമണ സ്വഭാവമുള്ള രീതിയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് വളരെ വളരെ കരുതലോടുകൂടി ആയിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. കാരണം ദൈവവചനം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവവചനം നമ്മെ വേർപെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവവചനം നമ്മെ വിശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് വലിയൊരു ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ നിറയുവാൻ, അവൻ്റെ കൃപ നമ്മുടെ മേൽ ഇറക്കുവാൻ ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇവിടെ എസെക്കിയേൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പം ഈ രീതിയിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അതായത് എസെക്കിയേലിന് മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യമായി കടന്നു വരുമ്പോൾ തന്നെ അവിടെ ഉണ്ടായ 1-2 സന്ദർഭങ്ങൾ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുക. അവിടെ വചനം എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നോക്കി, ഇതാ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു, ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും, തീയുടെ നടുവിൽ നിന്നും മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെ എന്തോ ഒന്നും. അതിനുശേഷം പിന്നീട് എസെക്കിയേലിനോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ആരാധനയ്ക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ സങ്കീർത്തനം വായിച്ചപ്പോൾ 51-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു, എൻ്റെ പരിശുദ്ധാത്മാവിനെ, ദൈവം നമുക്ക് അയച്ച പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നോക്കി, ഇതാ വടക്ക് നിന്നും കൊടുങ്കാറ്റ് പുറപ്പെടുന്നു, വലിയ മേഘം അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീ, തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെ എന്തോ ഒന്ന്. ചില പ്രതീകങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്തൊക്കെയാണ് പ്രതീകം? 1, ഒരു കൊടുങ്കാറ്റ്. 2, വലിയ മേഘം. അടുത്തത് പ്രകാശം, ജ്വലിക്കുന്ന തീ, തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെ ഒന്ന്. ഇവിടെ എസെക്കിയേലിനോട് സംസാരിക്കാൻ വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ചില രീതികളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. കഴിഞ്ഞ ദിവസം ബ്രദർ എടുത്ത ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്ന, ചിലപ്പോൾ നമ്മുടെ മുൻപിൽ കാണുന്ന ചില പ്രകടമായ സാധ്യതകൾ. കൊടുങ്കാറ്റ്, ഇരമ്പൽ ശബ്ദം, കൊടുങ്കാറ്റിൻ്റെ ശബ്ദം ഉണ്ടാകും. അതുപോലെ തന്നെ ചൂട് അനുഭവപ്പെടും, ശക്തമായ ചൂട് അനുഭവപ്പെടും, പ്രകാശം ഉണ്ടാകും. ഇതൊക്കെ നമുക്കവിടെ
അവിടെ നമ്മൾ അപ്പസ്തോല പ്രവൃത്തി ഒന്ന് എടുക്കാം. അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യം. പരിശുദ്ധാത്മാവ് സഭയിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അവർ അത് സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ അവിടെ വരുന്നു. നാവുകൾ, അഗ്നിജ്വാല പോലുള്ള നാവ് അവിടെ ഉണ്ടാകുന്നു. അവിടെ ആ കൊടുങ്കാറ്റിന്റെ ശബ്ദം ഉണ്ടാകുന്നു. ആകാശത്ത് നിന്നാണ് അത് ഉണ്ടാകുന്നത്. അത് വീട് മുഴുവൻ നിറയുന്നു. അപ്പൊ ഇവിടെ എല്ലാം നമുക്കറിയാം എന്തൊക്കെയുണ്ട്. അവിടെ ചൂടുണ്ട്, തീയുണ്ട്, അഗ്നിയുടെ ചൂടുണ്ട്, പ്രകാശമുണ്ട്, അതുപോലെ തന്നെ കൊടുങ്കാറ്റിന്റെ ശബ്ദമുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രകടമായ സാധ്യതകളാണ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതെല്ലാം ഉണ്ടായാലേ പരിശുദ്ധാത്മാവ് വരുന്നൊന്നുമില്ല. ഒരുവൻ ആരാധിക്കുമ്പോൾ ചൂടൊന്നും ഉണ്ടായില്ലല്ലോ, എന്തേ പരിശുദ്ധാത്മാവ് വന്നില്ലേ എന്ന് ചിന്തിക്കണ്ട. പരിശുദ്ധാത്മാവ് വരുമ്പം ചിലപ്പോൾ ചൂട് അനുഭവപ്പെടും. നമ്മുടെ വർഷിപ്പിലൊക്കെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പ്രയറുകളിൽ ഒരുപാട് പേര് ചൂട് അനുഭവപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ പണ്ട് മലമുകളിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ സ്റ്റാർട്ടിങ് ടൈം എന്നും അനുഭവപ്പെടും. അതായത് രാത്രി മലമുകളിൽ നല്ല തണുപ്പായി നിൽക്കുമ്പോൾ പോലും ഞങ്ങൾ വട്ടം കൂടി നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഏരിയയിൽ മാത്രം ചൂടായിരിക്കും. സാധാരണഗതിയിൽ വെളുപ്പ് സമയമൊക്കെ ആകുമ്പോൾ, അതായത് ഒരു 2 മണി കഴിഞ്ഞുള്ള സമയം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ തണുപ്പായിരിക്കും. പ്രത്യേകിച്ച് ആ മലയുടെ ചരിവിലടിക്കുന്ന നല്ല കാറ്റും തണുത്ത കാറ്റുമായിരിക്കും. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ സെക്ടറും കൊണ്ടൊക്കെയാണ് പോകുന്നത്, സെക്ടറൊക്കെ ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ സെക്ടർ ഇട്ടിട്ട് നിൽക്കുമ്പോഴും ഈ കാറ്റിങ്ങനെ അടിക്കുന്നുണ്ടാകും. പക്ഷെ പ്രാർത്ഥിച്ച് ശക്തമായി കരം കോർത്ത് പിടിച്ചൊക്കെ ആരാധിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾ ആ ചുറ്റുപാടുകളിൽ ചൂടായിരിക്കും. അപ്പോൾ ചൂട് തുടങ്ങുമ്പോൾ ഓരോരുത്തർ സെക്ടറൊക്കെ ഊരി മാറ്റിയിടും. കാരണം ആ പരിശുദ്ധാത്മാവിൻ്റെ തീ അല്ലെങ്കിൽ ആ ചൂട് നമുക്ക് അനുഭവപ്പെടും, വളരെ ശക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ദൈവം ഒരുവന്റെ മുൻപിലേക്ക് വരുമ്പം ചിലപ്പോൾ തണുപ്പായിട്ട് വരും, ചിലപ്പോൾ ചൂടായിട്ട് വരും, അഗ്നിനാവുകളായിട്ട് വരാം, ചിലപ്പോൾ ശബ്ദമുണ്ടാകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം, കാറ്റ് ചിലപ്പോൾ വരും. ഇങ്ങനെ പലവിധ കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സാധ്യതകളാണ്. എന്തിനാ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, അവരുടെ മേൽ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. നമ്മൾ ഒരിക്കലും ഈ ദൈവത്തെ കണ്ണടച്ച് അന്ധതയിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സർവശക്തനായ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞാണ് വിശ്വസിക്കേണ്ടത്. ഒരുവനൊരു ആപ്പിൾ കിട്ടുക, ആ ആപ്പിൾ കഴിച്ചു. ആ ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിക്കുന്നവന് അവൻ്റെ ടേസ്റ്റ് മനസ്സിലാവും, അതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യും. എന്നാൽ ഞാൻ ആപ്പിൾ കടിച്ചു എന്ന് കരുതി ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലിരിക്കുന്ന സിബിച്ചേട്ടൻ വെള്ളം ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ വിശപ്പും മാറൂല, ആപ്പിളിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടൂല. ഞാൻ ആപ്പിൾ കഴിച്ചാൽ ആപ്പിളിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടും, അതെനിക്കായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ രുചിച്ചറിയണം, നമ്മൾ അനുഭവിച്ചറിയണം. അപ്പൊ രുചിച്ചറിയണമെങ്കിൽ, അനുഭവിച്ചറിയണമെങ്കിൽ നമുക്കത് ഇന്ന് ഫീൽ ചെയ്യണം. ആ ശരീരത്തിൽ തന്നെ അതിൻ്റെ ഫീൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ പ്രകടമായ പല മാറ്റങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ ചൂടായിരിക്കാം, ഒരുപക്ഷെ തീഗോളത്തിൽ നിൽക്കുന്ന പോലെ ആയിരിക്കാം, എന്നാൽ പൊള്ളലേൽക്കത്തില്ല. ഇങ്ങനെ പലവിധ കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടും. പുറപ്പാടിന്റെ പുസ്തകം അതിന്റെ 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പം ദൈവം എങ്ങനെ ഇടപെടുന്നു, ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്ന രീതികളെ കുറിച്ച് വ്യക്തമായി വചനത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി നമ്മൾ കാണുകയാണ്. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ ഞങ്ങൾക്ക് കാണണം, ദൈവത്തെ ഞങ്ങൾക്ക് അനുഭവിക്കണം, ഒരു ദൈവത്തെ ഞങ്ങൾക്ക് കണ്ടനുഭവിക്കണം എന്ന് പറയുമ്പോൾ മലയിൽ ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അവരനുഭവിച്ചു. എങ്ങനെയൊക്കെയാ? ഇടിമുഴക്കവും മിന്നലും കാർമേഘവും കാഹളധ്വനിയും എല്ലാം അവിടെ ഉണ്ടായി. ശബ്ദമുണ്ട്, ഇടിമുഴക്കത്തിന്റെ ശബ്ദമുണ്ട്, മിന്നലുണ്ട്, പ്രകാശമുണ്ട്, കാർമേഘമുണ്ട്. ഇങ്ങനെ ഈ മേഖലകളെല്ലാം അവിടെ ഉണ്ട്. ദൈവത്തിന്റെ മഹത്വം അവർ ദർശിച്ചു, അല്ലെങ്കിൽ അവർ കണ്ടു. ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു താടിക്കാരനെ കണ്ടില്ല, നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു വിഗ്രഹത്തെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. പക്ഷേ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. 2018 കേരളം പ്രളയം വന്നപ്പോൾ ഞങ്ങൾ
ഒരു മലയുടെ മുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് കയറി. പ്രളയമാണ്, വലിയ പ്രളയത്തിൻ്റെ ഭീതിയിൽ കേരളം മുഴുവൻ ഇങ്ങനെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഈ മലയുടെ മുകളിൽ കയറുന്നത്. മഴയാണ്, കണ്ടിന്യൂസ് മഴ. പ്രളയം വന്നിട്ടില്ല, പക്ഷെ പ്രളയം വരുമെന്ന് ജീസസ് വിഷനിൽ വ്യക്തമായി ദൈവാത്മാവ് ബോധ്യം തരികയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ വ്യക്തമായി ഇതാ വലിയ പ്രളയം കേരളത്തിൽ വരാൻ പോകുന്നു, 3 ജില്ലകൾ മുങ്ങിപ്പോകാൻ പോകുന്നു എന്ന കാര്യം കൃത്യമായി പറഞ്ഞതിനെ പ്രതി ഈ പറയുന്ന ബ്രദറും മറ്റു ബ്രദേഴ്സ് എല്ലാവരും കൂടി തട്ടുപാറ ഞങ്ങളുടെ അടുത്തുള്ളൊരു മലയുടെ മുകളിൽ പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുക. അപ്പം എല്ലാവരും കൊടയൊക്കെ പിടിച്ച് റെയിൻകോട്ടൊക്കെ ഇട്ട് മഴയുടെ മുമ്പിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുക, ശക്തമായി ദൈവത്തെ ആരാധിക്കുക. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം മഴയുടെ എരമ്പൽ ഞങ്ങൾക്ക് കേൾക്കാം, വലിയ മഴയുടെ എരമ്പൽ കേൾക്കാം, ശക്തമായ മഴയുടെ എരമ്പൽ. അപ്പം ഈ മഴയുടെ എരമ്പൽ കേൾക്കുമ്പോൾ ബ്രദർ ഏറ്റവും ഫ്രണ്ടിലുണ്ട്, ഞങ്ങളൊക്കെ ഇങ്ങനെ ബാക്കിലുണ്ട്. ഞാനാണെങ്കിൽ ഇടയ്ക്ക് മൊബൈൽ പിടിച്ചിട്ട് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്, മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ എരമ്പൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷെ മഴ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. ഈ മലയുടെ തൊട്ടപ്പുറത്ത് വരെ മഴ വന്ന് പെയ്യുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തോ ഈ ആ ദേവാലയം നിൽക്കുന്ന ആ മല നിൽക്കുന്ന ഏരിയയിൽ മാത്രം മഴയില്ല. ബാക്കി അപ്പുറം മഴയുണ്ട്, ഇപ്പുറം മഴയുണ്ട്, ഇവിടെയൊക്കെ മഴ കാണാം. പക്ഷെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് മഴയില്ല. അപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾ കരം വിരിച്ചു പിടിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ നനയ്ക്കാത്തൊരു മഴയെ ആ പ്രകൃതി പോലും ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതെന്ന് ഞങ്ങൾക്ക് അനുഭവവേദ്യമായി. ഞങ്ങൾക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു കാര്യം മനസ്സിലായി. അതിനുശേഷം ബ്രദർ തിരിഞ്ഞിട്ട് ചോദിച്ചു, അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കുടയും ചൂടി, അതായത് മഴ വന്നപ്പോൾ തന്നെ അവിടെ എരമ്പൽ അപ്പുറത്തെ പറമ്പിൽ കേട്ടപ്പോൾ തന്നെ കുട എടുത്ത് നിവർത്തി കുടയുടെ കീഴിലായി. ഞാൻ ഈ കോട്ടക്കിട്ട് ഇങ്ങനെ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബ്രദർ കുട എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ബ്രദർ അവിടെ തന്നെ അവിടെ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്, കൈ വിരിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഴ അങ്ങോട്ട് വരുന്നില്ല കുറേ നേരമായിട്ടും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ബ്രദർ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുടയും പിടിച്ചിട്ട് മഴയെ നോക്കിയിരിക്കുക പ്രതീക്ഷിച്ച്. മഴ വരുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. ആ മഴ വരുന്നില്ല എന്ന് പറഞ്ഞു. മഴയെ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അല്ല അങ്ങനെയല്ല, അല്ല മഴ നനഞ്ഞാൽ പനി വരും, ഇങ്ങനെയുള്ള പേടിയുള്ളവർ എത്ര പേരുണ്ട്, എല്ലാവരും മല ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു, ഒരെണ്ണം അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ ഇങ്ങനെ, നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നതല്ലേ. അപ്പോൾ ബ്രദർ പറഞ്ഞാടാ, എന്തെങ്കിലും സഹനങ്ങളില്ലാതെ എന്തെങ്കിലും അനുഭവിക്കാതെ നീ ഈ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചു ഇവിടെ നിൽക്കണ്ട. നിനക്കൊരു തുള്ളി മഴ കൊള്ളാൻ പറ്റത്തില്ല, നിനക്കൊന്ന് സഹനം ഏറ്റെടുക്കാൻ പറ്റത്തില്ല, കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്കൊന്ന് നിൽക്കാൻ പറ്റത്തില്ല. ആ നീയാണ് മഴ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നത്. നീ ഒന്നും പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു, വിട്ടോ ഇറങ്ങിക്കോ, ഒറ്റെണ്ണം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുടഞ്ഞിരിക്കി, ഇനി അടുത്ത മഴ വരുമ്പോൾ നിവർത്താം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബ്രദർ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, കൊടയും കോട്ടും സാധനങ്ങളെല്ലാം മാറ്റി ഇന്ന് പകല് മഴ നനഞ്ഞാലും കുഴപ്പമില്ല എന്ന് ഉറപ്പുള്ളവൻ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ല അതും പൊക്കോളാൻ പറഞ്ഞു. ബ്രദർ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് നമ്മൾ തെളിയിക്കണമല്ലോ, ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് തെളിയിക്കണമല്ലോ. ഞങ്ങളെല്ലാവരും മഴ കൊള്ളാൻ തയ്യാറായി. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കണേ, ഏകദേശം ഒരു 9 മണി മുതൽ 3 മണി വരെ ആ മഴയത്ത് നിന്ന് നനഞ്ഞ് കുതിർന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പലപ്പോഴായിട്ട് മെസ്സേജ് എടുത്തു, പല പ്രാവശ്യം മെസ്സേജ് എടുത്തു. ബൈബിൾ അവിടെ നനയാതെ വെച്ചിട്ടുണ്ട്, ആ ബൈബിൾ എടുത്ത് മഴ മാറുമ്പോൾ ഞങ്ങൾ മെസ്സേജ് എടുക്കും. പക്ഷെ അവിടെയൊക്കെ ദൈവം അനുകൂലമായ ഒരു തരത്തിലും മെസ്സേജ് ഇല്ല. ഞാനിത് നടത്തും, ഇത് സംഭവിക്കും, 3 ജില്ലകൾ മുങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു രീതിയിലും മെസ്സേജ് ഒന്നും അനുകൂലമല്ല. സാറേ 3 മണിയായപ്പോൾ ബ്രദർ പറഞ്ഞു, ഇനി നമുക്ക് ഇറങ്ങാം, ഇനി പ്രാർത്ഥിച്ചിട്ടും ദൈവം പറയുന്നത് ഇത് സംഭവിക്കും, ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം. എന്നാൽ പിന്നെ ശരി നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ നിൽക്കുക. അപ്പം ഇറങ്ങാൻ നിൽക്കുമ്പോഴും ഞങ്ങൾ ചോദിച്ചു, ഇതിനൊരു പ്രതിവിധി ഇല്ലേ, ഒരു മാറ്റവും ഇല്ലേ? അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം ചില കാര്യങ്ങൾ ജനത്തിന് മുൻപിൽ ബോധ്യം കൊടുക്കും. ഇത് ദൈവത്തിലേക്ക് തിരിയാനുള്ളൊരു ബോധ്യം കൊടുക്കുക. പക്ഷേ ഇത് അവസാനത്തെ ബോധ്യമോ? ഇവിടെയും തിരിയാൻ താല്പര്യമില്ലാത്തവൻ ഇവിടെയും അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നവന് പിന്നെ ഒരു ചാൻസ് ചോദിച്ചുകൊണ്ട് കർത്താവിന് മുമ്പിൽ ചെല്ലണ്ട, ഇത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് ശേഷം താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ അന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്, അതായത് ബ്രദറിന് പല കാര്യങ്ങളും ഇങ്ങനെ അനുഭവവേദ്യമാണ്. പ്രത്യേകിച്ച് കൊറോണ വരുന്നതിന് മുൻപ് ബ്രദർ റിസർച്ചുമായി ബന്ധപ്പെട്ട് എത്യോപ്യയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ബ്രദറിന് ഒരു ഇഞ്ചക്ഷൻ ഒരു എന്താ പറയുക, ഒരു വാക്സിൻ എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ആ വാക്സിൻ എടുക്കാത്ത മൂലം ഒരാഴ്ച ക്വാറന്റൈനായി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് എത്യോപ്യ പോലുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം ക്വാറന്റൈനാവും. നമ്മൾ ആ വാക്സിൻ എടുത്തില്ലെങ്കിൽ അവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, എയർപോർട്ടിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല.
അങ്ങനെ ക്വാറന്റൈൻ ആയൊരു സംഭവമുണ്ട്. അന്ന് ക്വാറന്റൈൻ ആയി കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, എടാ എന്തോ ഒന്ന് സംഭവിക്കാനുണ്ട്, എന്തോ ഒരു പ്രശ്നം വരാനുണ്ട്. എന്നെ 7 ദിവസം ഇതിൻ്റെ അകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, എന്തോ ഒരു നിഴലാണത് എന്ന് പറഞ്ഞു. വലിയ താമസം ഉണ്ടായില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? കേരളം മൊത്തം ലോക്ക്ഡൗൺ, ലോകം മൊത്തം ലോക്ക്ഡൗൺ, എല്ലായിടത്തും ക്വാറന്റൈൻ, 7 ദിവസം ലോക്ക്ഡൗൺ, 14 ദിവസം ലോക്ക്ഡൗൺ, 21 ദിവസം ലോക്ക്ഡൗൺ. അന്നാണ് ഈ 7ന്റെ കണക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇത് ദൈവവചനത്തിൽ പണ്ടേ മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അന്ന് കുഷ്ഠം വന്നവനെ 7 ദിവസം മാറ്റി നിർത്തും, തിരിച്ച് പുറത്തിറങ്ങി വരുമ്പം അവനെ പരിശോധിക്കും, അവന് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അവനെ പുറത്തേക്ക് വിടും. അങ്ങനെ അത് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ തുടങ്ങി കാണുന്നുണ്ട്. അപ്പൊ ബ്രദർ ഇത് പറഞ്ഞപ്പോഴും ഈ കാര്യം, ഈ മലയിലുള്ള പ്രാർത്ഥന, ഈ ക്വാറന്റൈൻ ആയിട്ടുള്ള സംഭവം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ബ്രദർ അന്ന് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നിങ്ങൾ എസെക്കിയേലിനെ പഠിക്കണം, എസെക്കിയേൽ പ്രവാചകനെ പഠിക്കണം. നിങ്ങൾ എസെക്കിയേലിനെ പഠിക്കുമ്പോൾ അവന് പിന്നെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഒരു പ്രവാചകൻ തൻ്റെ ജനത്തിന് വേണ്ടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം കഠിനമായ പീഡകൾ, കഷ്ടതകൾ അനുഭവിച്ച ഒരു വ്യക്തിത്വമാണ് എസെക്കിയേൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, കഷ്ടതകൾ, അത് അനേക ക്ലേശതകളായിരുന്നു, അനേക പ്രതികൂലങ്ങളായിരുന്നു. അതാണ് എസെക്കിയേലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ. എസെക്കിയേലിന്റെ അധ്യായം, അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ ഈ പ്രാർത്ഥന കഴിയുമെങ്കിൽ ഒന്ന് വായിക്കുക. 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം വാക്യം, 5-ാം അധ്യായം. ഈ 3 അധ്യായങ്ങളിലൂടെ പ്രതീകാത്മകമായി ദൈവത്തെ തള്ളിക്കളഞ്ഞ, ദൈവത്തിനെതിരെ പ്രവർത്തിച്ച, ദൈവിക കാര്യങ്ങളിൽ യാതൊരു തരത്തിലും അനുകൂലമായി പ്രതികരിക്കാത്ത ഇസ്രായേൽ ജനത്തിനോട് ദൈവം ചെയ്ത അനേക പ്രവൃത്തികൾ നമുക്കവിടെ കാണാൻ പറ്റും. ആ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നതിന് മുൻപാണ് ഇതാ പരിശുദ്ധാത്മാവ് എസെക്കിയേലിന്റെ മുൻപിലേക്ക് കടന്നു വരുന്നത്. എസെക്കിയേലിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുന്നത്, കൊടുങ്കാറ്റും, ഇങ്ങനെ എല്ലാ മേഖലയിലൂടെ നമ്മൾ വായിച്ചു. ആ 1-ാം അധ്യായം, അതിന്റെ 4-ാം വാക്യം, ഇതാ ഞാൻ നോക്കി, വടക്ക് നിന്നും ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു, ഒരു വലിയ മേഘം അതിനു ചുറ്റും പ്രകാശം പരത്തി, മേഘവും അതിനു ചുറ്റും വരുന്നു ജ്വലിക്കുന്ന തീയും, തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെ എന്തോ ഒന്നും കാണും. 26-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. 1-ാം അധ്യായം അതിന്റെ 26, എസെക്കിയേല്. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിന് മീതെ ഇന്ദ്രനീല കല്ലുപോലെയുള്ള ഒരു സിംഹാസനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു, മനുഷ്യൻ്റേത് പോലെയുള്ള ഒരു രൂപം അതിലിരിപ്പുണ്ടായിരുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് നമുക്ക് ബോധ്യം തരുന്ന ഒരു കാര്യമുണ്ട്. എസെക്കിയേൽ ആരെയാണ് കാണുന്നത്, ആരെയാണ് കണ്ടത്? എസെക്കിയേൽ ഈ മുന്നറിയിപ്പ് കൊടുക്കുമ്പം ഈ കാര്യം വ്യക്തമായിട്ട് ദൈവാത്മാവ് എസെക്കിയേലിന് വെളിപ്പെടുത്തിയത് ആരെയാണ് എന്നവിടെ കാണുകയാണ്. സിംഹാസനത്തിൽ മനുഷ്യൻ്റേത് പോലെയുള്ള ഒരു രൂപം ഇരിപ്പുണ്ടായിരുന്നു. നമുക്കറിയാം, സിംഹാസനം സ്വർഗീയ സിംഹാസനത്തെ കുറിച്ചാണ് പറയുന്നത്. 22-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്നും വ്യാഖ്യാനിച്ചു പോകാനുള്ള സമയമില്ല. 22-ാം വാക്യം മുതൽ വായിച്ചാൽ അത് സ്വർഗീയ സിംഹാസനത്തെ കുറിച്ചാണ് പറയുന്നത്. ആ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനെ കുറിച്ച് പറയുകയാണ്, മനുഷ്യൻ്റേത് പോലുള്ള ഒരു രൂപം. താഴോട്ട് വായിക്കുമ്പോൾ അവന്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്നതിന്റെ മുകൾ ഭാഗം തിളങ്ങുന്ന ഓട് പോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്നത് പോലെയും കാണപ്പെട്ടു. താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു. അവന് ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു. മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്നത് പോലെ മഴവില്ല് പോലെയായിരുന്നു അവന്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം. കർത്താവിൻ്റെ മഹത്വത്തിന്റെ രൂപം കാണപ്പെട്ടത് ഈ വിധത്തിലാണ്. ഇവ ദർശിച്ചത് മാത്രയിൽ ഞാൻ കമിഴ്ന്നു വീണു, ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു. ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടപ്പം എസെക്കിയേൽ പിന്നെ ഒരു നിമിഷം നിൽക്കുന്നില്ല, അവൻ കമന്നു വീണു. അവൻ ദൈവത്തെ ആരാധിച്ചു. പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം ഞാൻ കണ്ടത് ദൈവമഹത്വമാണെന്ന് എസെക്കിയേലിന് മനസ്സിലായി. കാരണം എന്താ? ആ ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാണ്: പ്രകാശം, ചുറ്റും ഒരു മഴവില്ല്, ഒരു പ്രകാശത്തിന്റെ വളയം. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ വിശുദ്ധരുടെ രൂപം വരയ്ക്കുമ്പോഴും മാതാവിൻ്റെ ചിത്രം വരയ്ക്കുമ്പോഴും ഈ തലയിലൊരു പ്രകാശം ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ, ഇങ്ങനെ സ്റ്റാറൊക്കെ ആയിട്ട് നിൽക്കുന്ന, ചിലത് മഴവില്ല് കാണാൻ പറ്റും. ഇതൊക്കെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചിത്രം വരയ്ക്കുന്നതുകൊണ്ട് നമുക്ക് യോജിപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇനി ഇത് കേട്ടുകൊണ്ട് ഡസ്റ്റിൻ ബ്രദർ പറഞ്ഞല്ലോ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്രം വരയ്ക്കുന്നത്, അപ്പൊ ചിത്രം വരയ്ക്കാലോ എന്നല്ല. ഇത് അവിടെ കണ്ട ആ മഹത്വം ആരുടെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ എസെക്കിയേൽ കാണുന്ന ആരുടെ മഹത്വം? ദൈവത്തിന്റെ മഹത്വം.
ദൈവമഹത്വം, സർവശക്തനായ ദൈവത്തിന്റെ, യഹോവയുടെ മഹത്വമാണ് ഇവിടെ കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ വചനം വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. 1 തിമോത്തി അതിന്റെ 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, പ്രകാശത്തിൽ വസിക്കുന്ന ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. 1 തിമോത്തി അതിന്റെ 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും, അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഞാൻ സത്യവേദോത്സവം വായിച്ചത്, നിങ്ങളുടെ കയ്യിൽ POC ആണെങ്കിൽ വാക്കുകളിലുള്ള വേരിയേഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ POC മറച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഷെയർ ചെയ്യുന്ന വാക്യത്തിൽ ഞാൻ വായിക്കുന്നതാണ്. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, പ്രകാശത്തിൽ വസിക്കുന്ന, കാരണം അവൻ പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല, അവൻ പ്രകാശമാണ്, മനുഷ്യരാരും കാണാത്തവൻ, ആർക്കും കാണാൻ പറ്റാത്തവൻ, അവനാണ് ദൈവം, സർവശക്തനായ ദൈവം. അപ്പൊ ആ ദൈവത്തെ മനുഷ്യരാരും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എസെക്കിയേൽ കണ്ടത് ആരെയാ? ഏത് ദൈവത്തെയാണ് എസെക്കിയേൽ കണ്ടത്? എസെക്കിയേലിന് വെളിപ്പെട്ടത് ആരാണ്? ആ സിംഹാസനത്തിൽ ഇരുന്നതായി, മനുഷ്യപുത്രനെ പോലെ ഇരുന്നതായി എസെക്കിയേൽ ആരെയാണ് കണ്ടത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ അവിടെ പ്രസ്താവിച്ചൊരു സംഭവം, 41-ാം വാക്യം, അതിന്റെ മുകളിലുള്ള വാക്യം വായിച്ചാൽ നമുക്കൊരു കാര്യം അറിയാം. യേശുവിനെ അവർ അത്ഭുതം കണ്ടിട്ടും അടയാളം കണ്ടിട്ടും സ്വീകരിക്കുന്നില്ല. യേശുവിനെ ആരും സ്വീകരിക്കാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ യേശുവിനെ സ്വീകരിക്കാതെ വരുമ്പം അവിടെ പറയുന്നതാണ്, യെശയ്യാ അത് മുൻകൂട്ടി കണ്ടു, യേശുവിനെ സ്വീകരിക്കാത്തൊരവസ്ഥ, ആരും ഏറ്റെടുക്കാത്തൊരവസ്ഥ. അങ്ങനെ യേശു പിൻവാങ്ങി നിൽക്കുമ്പം യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനത്തെ കുറിച്ച് പറഞ്ഞിട്ട് 41-ാം വാക്യം പറയുമ്പം യെശയ്യാ ദൈവത്തിന്റെ തേജസ് കണ്ടിട്ട് പറയുകയാണ്, അവനെ കുറിച്ച് സംസാരിച്ചത് എന്താണ്? അവനെ ആരും സ്വീകരിക്കത്തില്ല എന്ന് പറയുക. അതിന്റെ 38-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പം, 1-2 വാക്യങ്ങൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 38-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അതായത് അത്ഭുതം കണ്ടു, അടയാളം കണ്ടു, വലിയ വലിയ കാര്യങ്ങൾ കണ്ടിട്ടും യേശുവിനെ സ്വീകരിക്കാത്ത ഒരു ജനത്തെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. അതായത് കർത്താവ് ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിന്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, യേശുവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, യേശുവിന്റെ മഹത്വത്തെ അവർക്ക് കാണാൻ പറ്റിയില്ല, യേശുവിനെ ദർശിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നിട്ട് പറയാണ്, അവന്റെ മഹത്വം കണ്ടുകൊണ്ട് അവനെ പറ്റി സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് യെശയ്യാ എങ്ങനെ പ്രസ്താവിച്ചത്. അപ്പോ യെശയ്യാ ആരുടെ മഹത്വം കണ്ടു എന്നാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്? യെശയ്യാ യേശുവിന്റെ മഹത്വം കണ്ടു എന്നാണ് പറയുന്നത്. അതായത് വരാനിരുന്നവന്റെ മഹത്വം കണ്ടുകൊണ്ട് യെശയ്യാ എങ്ങനെ പ്രവചിച്ചു? യേശുവിന്റെ മഹത്വം കണ്ടുകൊണ്ട് യെശയ്യാ പറയുകയാണ്, ഇവനെ ആരും സ്വീകരിക്കുന്നില്ല, ഇവന്റെ സന്ദേശം ആരും ഏറ്റെടുക്കുന്നില്ല, ഇവനെ തള്ളിക്കളയുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ മൂലമുള്ള പ്രവചനം പൂർത്തീകരിക്കേണ്ടതിനാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ യെശയ്യാ കണ്ടത് ആരെയാണെന്നാണ് സുവിശേഷം പറയുന്നത്? അത് യേശുവിനെയാണ് കണ്ടത്. മനുഷ്യപുത്രനെ പോലെയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ കണ്ടത്, യെശയ്യാ കണ്ടത് യേശുവിനെയാണെങ്കിൽ ഇവിടെ എസെക്കിയേൽ കാണുന്നതും അതേ ക്രിസ്തുവിനെ തന്നെയാണ്. കാരണം സിംഹാസനത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെയാണ് ആര് കാണുന്നത്? ഇവിടെ വ്യക്തമായിട്ട് എസെക്കിയേൽ കാണുന്നത്. എന്തുകൊണ്ടാണ് യേശുവിനെ കാണുന്നത്? മോശയെ കുറിച്ചും പറയുന്നുണ്ട് സുവിശേഷത്തിൽ, മോശ ക്രിസ്തുവിന്റെ മഹത്വത്തെ കാണുന്നു. പത്രോസ് പറയുന്നുണ്ട്, പഴയ നിയമ പ്രവാചകന്മാർ വരാനിരിക്കുന്ന യേശുവിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ആ ദിവസം എന്നെന്നും എപ്പോഴെന്നും അവരാരായുകയും അവർ അതിനെക്കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെന്ന് പത്രോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം പഴയ നിയമ പ്രവാചകന്മാർ മുഴുവൻ കണ്ടത് യേശുവിന്റെ മഹത്വമാണ്. ഹെബ്രായ ലേഖനം വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിന്റെ മഹത്വം, അവന്റെ മഹത്വത്തിന്റെ ആ പൂർണ്ണത നമുക്ക് വെളിപ്പെട്ടത് ക്രിസ്തു യേശുവിലൂടെയാണ്. യേശുവിലൂടെയാണ് നമുക്ക് അവന്റെ മഹത്വം വെളിപ്പെട്ടത്. യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായിട്ട് പറയുകയാണ്, 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അതിന്റെ 1:18 വരുമ്പം വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. കൊളോസ്യ ലേഖനത്തിൽ പറയാണ്, ദൈവത്തിന്റെ പൂർണ്ണത ക്രിസ്തുവിലാണ്, അവന്റെ സകല സമ്പൂർണതയും അവനിലല്ലോ ഇരിക്കുന്നത്. കർത്താവായ യേശുവിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ഇരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട്, യേശുവിന്റെ മഹത്വം കണ്ടുകൊണ്ട് എസെക്കിയേൽ പ്രവചനങ്ങൾ നടത്തുന്നു, യെശയ്യാ പ്രവചനങ്ങൾ നടത്തുന്നു, മോശ പ്രവചനങ്ങൾ നടത്തുന്നു. ഇതെല്ലാം വഴി വെക്കുന്നത്, നമ്മുടെ മുൻപിൽ കാണിക്കുന്നത് ഒരു കാര്യമുണ്ട്. നമ്മുടെ മുൻപിൽ വരാനിരിക്കുന്ന
ഒരു വലിയ നീതീകരണം നമ്മുടെ മുൻപിൽ തരുമ്പോൾ തന്നെ അതിൻ്റെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം ശിക്ഷിക്കുന്ന ഒരു ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ചും നീ അറിയണം, നീ ബോധ്യവാനാകണം. അതായത് ദൈവികമായ ഒരു ന്യായവിധി നമ്മുടെ മുൻപിൽ വരാനിരിക്കുന്നു, ഒരു വലിയ ന്യായവിധി. ഈ ന്യായവിധിയെക്കുറിച്ചൊരു ബോധ്യം തരിക. പക്ഷെ ആ ന്യായവിധിക്ക് മുൻപ് എസെക്കിയേലിന്റെ മുൻപിൽ വന്ന് വെളിപ്പെടുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാം. എസെക്കിയേലിന്റെ മുൻപിൽ വന്ന് വെളിപ്പെട്ടത് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. എന്നാൽ അവിടെ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ന്യായവിധി അവൻ ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. സുവിശേഷം പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം പറയുക, ദൈവം പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി അവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് പുത്രൻ നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ, പുത്രന്റെ രക്ഷ നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ, അവന്റെ രക്തം നമ്മളെ വീണ്ടെടുത്തുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും പഴയപടി മുന്നോട്ട് പോയാൽ, ഇനിയും പഴയ രീതിയിൽ മുന്നോട്ട് പോയാൽ വലിയൊരു വിധി നമ്മെ കാത്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മുടെ മുൻപിൽ കാണിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. എസെക്കിയേൽ പ്രവചനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ മുതൽ നമ്മൾ വായിച്ചു തുടങ്ങുമ്പം അവിടെ വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട്. 3:1 നമുക്കൊന്ന് വായിക്കാം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്രൻ നീ കാണുക, ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായി തുറന്ന് അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയർ നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. അത് തേൻ പോലെ മധുരിച്ചു. കാരണം ഇത് ദൈവവചനമാണ്. വചനം അത് തേൻ പോലെ മധുരിക്കും. പ്രവാചകന്റെ മുൻപിൽ അത് തേൻ പോലെ മധുരിക്കും. ദൈവവചനം അത് തേൻ പോലെ മധുരിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. വെളിപാട് പുസ്തകം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ തേൻ പോലെ മധുരിക്കുന്ന കാര്യത്തിൽ ഒരു വ്യതിയാനം കാണാൻ പറ്റും. വെളിപാട് പുസ്തകം അതിന്റെ 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോ ഇവിടെ തേൻ പോലെ മധുരിച്ചത് വായിൽ തേനാണെങ്കിൽ അത് ഉദരത്തിലേക്ക് വരുമ്പം ആ മധുരം കയ്പായി മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്നു, ഒരു ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായ് തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു. ഉദരത്തിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും? അത് കയ്പായിരിക്കും. എന്നാൽ ഇവിടെ അധരത്തിൽ എന്തായിരിക്കും? വായിൽ എന്തായിരിക്കും? അത് മധുരമായിരിക്കും. ദൈവത്തിന്റെ വചനം അത് മധുരമായിരിക്കും. പക്ഷേ അത് സ്വീകരിക്കുന്നവന്റെ അർത്ഥതലത്തിൽ വ്യതിയാനം വരും. സ്വീകരിക്കുമ്പോൾ വചനം എന്താണ്? ഇപ്പോൾ ഒരു വചനം എടുക്കുക, പുതിയ നിയമത്തിൽ ഒരു വചനം എടുക്കുക, സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. അപ്പോ നമ്മളെ സംബന്ധിച്ച്, ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്നവനെ സംബന്ധിച്ച് അത് മധുരമാണ്. കാരണം എന്താ? എന്നെ ആരും ബോഷ എന്ന് വിളിക്കില്ല, ഞാനും ആരെയും ബോഷ എന്ന് വിളിക്കുന്നില്ല. കാരണം എല്ലാവരും ക്രിസ്തുവിൽ എനിക്ക് സഹോദരങ്ങളാണ്. പക്ഷെ എന്നാൽ നേരെ തിരിച്ച് ആ വചനം അനുസരിക്കാതിരിക്കുന്നവൻ, സ്വീകരിക്കാതിരിക്കുന്നവന്, അല്ലെങ്കിൽ അത് ഉദരത്തിന് സുവിശേഷം, എങ്ങനെയാ, പണത്തിന് വേണ്ടി മാത്രം സുവിശേഷം പറയുന്നവരാണെങ്കിൽ നേരെ തിരിച്ച് എന്ത് സംഭവിക്കും? അത് കയ്ക്കും, അത് കയ്പായി മാറും. വചനം കേൾക്കുന്നവനും അത് അനുസരിക്കുന്നവനും മധുരമായിരിക്കും. എന്നാൽ അത് സ്വീകരിക്കാൻ കഴിവില്ലാത്തവന് അത് കയ്പായി മാറും, അത് ന്യായവിധിയായി മാറും, ന്യായം വിധിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതാ വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെ കണ്ടത് എന്താ? എസെക്കിയേലിന്റെ വായിൽ അത് മധുരിച്ചു. പിന്നീട് എസെക്കിയേൽ പറയുന്ന പ്രവചനങ്ങളും എസെക്കിയേൽ അനുഭവിക്കുന്നതും ഭയങ്കര മധുരമാണ്. നിങ്ങൾ ആ 3-ാം അധ്യായം, എസെക്കിയേലിന്റെ 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആ അവിടെ നിന്നും വന്ന വചനം അവന് മധുരിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ആ മധുരിച്ചു എന്ന് പറയുന്ന പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോവുക. ഇനി എന്തൊക്കെ എസെക്കിയേലിന് സംഭവിച്ചു? ഞാൻ ഈ വചനങ്ങളെല്ലാം ഓരോന്ന് വായിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് നമുക്ക് സമയക്കുറവുണ്ട്. അതുകൊണ്ട് എസെക്കിയേലിന്റെ ജീവിതത്തിൽ സംഭവിച്ച ക്ലേശങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രതിപാദിച്ചു പോവുക. എസെക്കിയേലിന്റെ പ്രതീകാത്മകമായ കഷ്ടതകളാണ് 3-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ നമ്മൾ കാണുന്നത്. പ്രവാചകന്റെ പുസ്തകത്തിൽ ഇവിടെ കാണുന്ന കാര്യങ്ങളുണ്ട്. ക്ലേശങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമുണ്ട്. ക്ലേശങ്ങളും അർത്ഥങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എസെക്കിയേൽ 3-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം എസെക്കിയേലിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ വീട്ടിൽ അടച്ചിരിക്കണം, ഒരു മുറിയിൽ നീ ആയിരിക്കണം, ഒരു വശത്തോട്ട് നീ തിരിഞ്ഞു കിടക്കണം,
ഈ വശത്തേക്ക് നീ തിരിഞ്ഞു കിടന്ന് 390 ദിവസം നീ തിരിഞ്ഞു കിടക്കണം, ഇപ്പുറത്തോട്ട് നീ തിരിഞ്ഞു കിടക്കേണ്ട സമയത്തെക്കുറിച്ചൊക്കെ പറയുക. ഇതിൻ്റെ അർത്ഥം ജെറുസലേമിൻ്റെ മേൽ വരാനിരിക്കുന്ന കഠിനമായ ഉപരോധത്തെയും ജനത്തിൻ്റെ കടുത്ത തടവറവാസത്തെയും ഈ ശാരീരിക അവസ്ഥ കാണിക്കുക. വീണ്ടും എസെക്കിയേലിന്റെ പുസ്തകം 3:26 നിങ്ങൾ വായിച്ചാൽ അവിടെ കാണുന്ന ഒരു കൽപ്പനയുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ നാവ് അണ്ണാക്കിനോട് ഒട്ടിക്കും, നിനക്ക് സംസാരിക്കാൻ കഴിയാതെ ഊമനായിരിക്കും, നീ ആരോടും മിണ്ടാത്തൊരവസ്ഥ കടന്നു വരും. അണ്ണാക്കിലേക്ക് നാവ് ഒട്ടിക്കുന്ന അവസ്ഥ. അവിടെ അതിൻ്റെ അർത്ഥം പറയുന്നത് ദൈവത്തിൻ്റെ വചനം നിരന്തരമായി തള്ളിക്കളഞ്ഞ ഇസ്രായേൽ ജനത്തോട് ദൈവം കാണിക്കുന്ന വിശുദ്ധമായ മൗനം. ഞാനിനി നിന്നോട് സംസാരിക്കത്തില്ല, ഞാനിനി നീയുമായൊരു ബന്ധമില്ല. നമുക്ക് കാണാൻ പറ്റും 400 വർഷം ദൈവം മോശയുടെ കീഴിലേക്ക് കടന്നു വരുന്ന അബ്രാഹത്തിൽ നിന്നും ഇസഹാക്ക്, യാക്കോബിൽ നിന്നും കടന്നു പോകുന്ന സമയത്ത് നിന്ന് 400 വർഷം ദൈവം യാതൊരു സംസാരവും തൻ്റെ ജനത്തോടില്ല. ഇതിൻ്റെ അതേ കാര്യം തന്നെ ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം പ്രവാചകന്മാരില്ലാത്ത 400 വർഷത്തെ ഒരു ഗ്യാപ്പ് നമുക്കവിടെ കാണാൻ പറ്റും. ദൈവത്തിൻ്റെ മൗനം. കാരണം നിരന്തരമായി ദൈവവചനം സംസാരിച്ചിട്ടും മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതനുസരിക്കാതിരുന്ന ജനത്തിന് ഉണ്ടാകുന്ന വലിയ കഷ്ടത നമുക്കവിടെ കാണാൻ പറ്റും. വീണ്ടും എസെക്കിയേലിന്റെ അധ്യായം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ വാക്യങ്ങൾ വായിക്കുമ്പം ഒരു ഇഷ്ടികയുടെ മുൻപിൽ വശം ചരിഞ്ഞ് കിടക്കുന്ന ഒരു ഉപരോധം അത് പ്രവാചകൻ അനുഭവിക്കുക. അതായത് ഒരു തരത്തിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. 390 ദിവസം ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടക്കാൻ പറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രവാചകനോട് പറയുകയാണ്, 390 ദിവസം നീ ഒരു വശത്തേക്ക്, ഇടതുവശത്തേക്ക് നീ തിരിഞ്ഞു കിടക്കണം. ആ ഇടതുവശം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ 390 വർഷത്തെ പാപഭാരം, ഇസ്രായേലിന്റെ പാപഭാരം. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. 40 ദിവസം നീ വലതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കണം, അനങ്ങരുത്. 40 ദിവസം നീ വലതുവശത്തേക്ക്. അത് യഹൂദായുടെ പാപഭാരം. നമുക്കറിയാം, ഇസ്രായേൽ 2 ഗോത്രമായി തിരിക്കുന്നു, 2 രാജ്യമായി തിരിയുന്നു. വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും 2ആയി തിരിയപ്പെടുന്നു നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വടക്കും തെക്കുമായി തിരിക്കുമ്പോൾ വടക്കേ രാജ്യത്തിന്റെ പാപമായ 390 വർഷം ഇപ്പുറത്തോട്ട് തിരിഞ്ഞു കിടക്കുന്നു. അതായത് 390 വർഷം അന്യദൈവങ്ങളെ ആരാധിച്ച, ദൈവത്തിൽ നിന്നും അകന്നുപോയ, ദൈവവചനത്തിൽ നിന്നും അകന്നുപോയ വർഷങ്ങളാണ്. യൂദായുടെ ആകട്ടെ 40 വർഷം അസീറിയയുടെ കീഴിലേക്ക് പോയ ആ 40 വർഷത്തെ സൂചിപ്പിച്ചുകൊണ്ട് 40 ദിവസം പ്രവാചകനോട് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ പറയുന്നു. കയറുകളാൽ ബന്ധിക്കാൻ, അതായത് പൂർണ്ണമായി ബന്ധിക്കാൻ. അത് ഇസ്രായേലിന്റെ ബന്ധനത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ വലിയ ഒരു മേഖല എസെക്കിയേലിന്റെ ആ 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം നമ്മുടെ മുമ്പിൽ വെക്കുക. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തൻ്റെ പ്രവാചകനെ ശിക്ഷിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യമാണ്. പ്രവാചകന് സംഭവിച്ചപ്പോൾ നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങളുടെ മുൻപിൽ വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്. അല്ലയോ ഇസ്രായേലേ, അല്ലയോ യൂദയ, നിന്റെ പാപത്തിന് ഞാൻ നിന്നെ ശിക്ഷിക്കും. കാരണം നിന്റെ മുൻപിൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ദൈവിക കൽപ്പനകൾ ഉണ്ടായിരുന്നു. അതിനെ ലംഘിച്ചാൽ ശക്തമായ ശിക്ഷ നീ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. വീണ്ടും 4-ാം അധ്യായത്തിൽ അവൻ്റെ ദാരിദ്ര്യം അല്ലെങ്കിൽ അശുദ്ധിയെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഭക്ഷണമില്ലാത്തൊരവസ്ഥ. അതായത് ഒരല്പം ഭക്ഷണം കൊടുത്തിട്ട് ഇത് അളന്ന് കഴിക്കേണ്ട അവസ്ഥ, അളന്ന് മാത്രം അപ്പവും ജലവും കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് എസെക്കിയേൽ 4-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 17 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒരല്പം മാത്രം തൂക്കം ധാന്യം കഴിക്കാൻ പറ്റും. കഠിനമായ ദാരിദ്ര്യത്തിലേക്ക് കടന്നു വരും. അല്ലയോ ഇസ്രായേലേ, നിനക്ക് സംഭവിക്കാനിരിക്കുന്ന ദാരിദ്ര്യം ഏറ്റവും കഠിനമായതായിരിക്കും. അപ്പമില്ലാത്ത, ആഹാരമില്ലാത്ത കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടം കടന്നു വരുന്നു എന്ന് വ്യക്തമായിട്ട് ദൈവം അവർക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. അവിടെയും ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ കഷ്ടത അനുഭവിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ അവൻ്റെ താടി ക്ഷൗരം ചെയ്യാൻ, താടിയും മുടിയും ക്ഷൗരം ചെയ്യാൻ പ്രവാചകനോട് കൽപ്പിക്കുക. നീ ഒരു വാളെടുക്കുക, നിന്റെ താടി നീ ക്ഷൗരം ചെയ്യുക, നിന്റെ മുടി നീ ക്ഷൗരം ചെയ്യുക, അതിനെ 3 ഭാഗമായി തിരിക്കുക, 3 ഭാഗമായി അതിനെ തിരിക്കുക എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു വാക്യം നമുക്ക് കാണാൻ പറ്റും. 3 ഭാഗമായി അവിടെ തിരിക്കുക.
മൂന്നിലൊന്ന് അഗ്നിയിൽ, മൂന്നിലൊന്ന് വാളാൽ, മൂന്നിലൊന്ന് കാറ്റിൽ പറത്തുന്നു. ഇതിലേതാണ് നമ്മളെന്ന് ചിന്തിക്കണം. ഇതിലിപ്പോൾ ഏതാ? അഗ്നിയിലാണോ നമ്മളെ ശുദ്ധീകരിക്കേണ്ടത്? അത് വാളിനാലാണോ നമ്മളെ ശുദ്ധീകരിക്കേണ്ടത്? അത് കാറ്റിൽ പറത്തിയാണോ നമ്മൾ വിടുന്നത്? ദൈവത്തിന് വേണ്ടെന്ന് പറഞ്ഞു. എസെക്കിയേൽ 5:2 ഒരു ഭാഗം നടുവിൽ വെച്ച് തീയിലിട്ട് ചുടുന്നു, അടുത്ത ഭാഗം വാളിനാൽ നശിപ്പിക്കുന്നു, അടുത്ത ഭാഗം കാറ്റിൽ പരത്തി വിടുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷെ എന്നാൽ ഇതൊന്നുമല്ലാതെ ദൈവം ഒരു ഭാഗത്തെ മാറ്റിവെച്ചു. അതാണ് എസെക്കിയേൽ 5:3 നിനക്ക് വേണ്ടി സൂക്ഷിച്ച നമ്മളാണ് അതെല്ലാം. അങ്കിയുടെ തുമ്പിൽ ഒതുക്കിയ മുടി. അതായത് എസെക്കിയേലോട് പറഞ്ഞു, ഒരല്പം മാത്രം നീ മാറ്റിവെക്കണം, ഒരല്പം മാത്രം നീ അവശേഷിപ്പിക്കണം, അത് നിന്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ നീ കെട്ടിവെക്കണം. അതാണ് ശേഷിപ്പ്, അവശേഷിക്കുന്ന, രക്ഷപ്പെടുന്ന ജനം. കഠിനമായ ശിക്ഷാവിധിയിലും ആ കഠിനമായ തകർച്ചയുടെ നടുവിലും ദൈവം തൻ്റെ അചഞ്ചലമായ കരുണ നമ്മളോട് കാണിച്ചു. അവൻ്റെ ഒരു ശേഷിപ്പ് നമ്മെ ബാക്കി വെച്ചു. ദൈവം തൻ്റെ ജനത്തിന് മുൻപിൽ ഒരു വലിയ അനുഗ്രഹം കടന്നു വന്നു. ഒരു വലിയ അനുഗ്രഹം നമുക്ക് വേണ്ടി അവൻ വെച്ചു എന്നാണ് ഇവിടെ കടന്നു വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, കർത്താവ് നമ്മളോട് കാണിച്ച കരുണ എത്രത്തോളം വലുതായിരുന്നു. അതായത് രക്ഷ പ്രാപിക്കുന്ന, യേശുവിൻ്റെ ക്രൂശിൻ്റെ കരുണയിൽ രക്ഷ പ്രാപിക്കുന്ന, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ഒരു ചെറിയ ശേഷിപ്പ് അവൻ മാറ്റിവെച്ചു എന്ന് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം നമ്മെ ശേഷിപ്പിച്ചു, ദൈവം നമ്മെ ബാക്കി വെച്ചു. അവൻ്റെ കൃപയെ തിരിച്ചറിയുവാൻ, അവൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, അവൻ്റെ വചനത്തെ സ്വീകരിക്കുവാൻ, അവൻ്റെ അഗ്നിയെ അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ ഒരുക്കി. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. പ്രിയമുള്ളവർ, ചിന്തിക്കണം. എസെക്കിയേൽ പ്രവാചകനെ ദൈവം വിളിക്കുമ്പം, ദൈവം തിരഞ്ഞെടുക്കുമ്പം ഇസ്രായേലിൽ സംഭവിക്കാനുള്ള എല്ലാ കഷ്ടതകളും, എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ പ്രതിസന്ധികളും എസെക്കിയേൽ നീയും അനുഭവിക്കണം. പ്രവാചകൻ നീ അനുഭവിക്കണം. കാരണം പ്രവാചകനെ ദൈവം ഈ രാജ്യത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുക. അല്ലയോ പ്രവാചക, നിന്നിലൂടെ ദൈവം സംസാരിക്കുമ്പം, നിന്നിലൂടെ ദൈവത്തിന് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പം ദൈവം തൻ്റെ പ്രവാചകനെ ഈ ജനത്തിന്റെ കാവൽക്കാരനാക്കി വെക്കുക. ആ കാവൽക്കാരനോട് ഇവിടെ വരാനിരിക്കുന്ന എല്ലാ കഷ്ടതയെക്കുറിച്ചും പറയും, വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയും, പ്രളയത്തെക്കുറിച്ച് പറയും, കാറ്റിനെ കുറിച്ച് പറയും, വലിയ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയും, ക്ഷാമത്തെക്കുറിച്ച് പറയും. എന്ന് വേണ്ട, തൻ്റെ ജനത്തിന് സംഭവിക്കാനിരിക്കുന്ന സകല കാര്യത്തെക്കുറിച്ചും ദൈവം തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തും. നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, ദൈവം ജോസഫിലൂടെ പ്രവചനങ്ങളെ, സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് വരാനിരിക്കുന്ന 7 വർഷത്തെ ക്ഷാമത്തെക്കുറിച്ച് പറയുകയും അതിന് മൂലം അവിടെ ഈജിപ്തിൽ ധാന്യങ്ങളെ ശേഖരിക്കുകയും ക്ഷാമത്തിൽ നിന്നും അതിജീവിക്കുന്നതും കാണുന്നുണ്ട്. പിന്നീട് പുതിയ നിയമത്തിലും ഇതേ പ്രവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വരാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ച് പറയുന്നു. പ്രവാചകൻ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, അല്ലയോ പൗലോസേ, ഈ അരപ്പട്ടയുടെ ഉടമ ജെറുസലേമിൽ ബന്ധനത്തിലാക്കപ്പെടാൻ പോകുന്നു. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ, പ്രവാചകൻ വെറുതെ പ്രവചിക്കുകയല്ല, അവൻ്റെ ജീവിതത്തിൽ പലതും അനുഭവിക്കുക. അവൻ്റെ ജീവിതത്തിൽ പലതും അനുഭവിക്കുക. പല മേഖലകൾ, മഴയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കുമ്പം അവൻ മഴ അനുഭവിച്ച് നിൽക്കുക. ഒരു പകൽ മുഴുവൻ മഴ കൊണ്ടിട്ടാ അവിടെ നിന്ന് ആ മഴയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രളയം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. പക്ഷെ അവിടെയും ദൈവം പറഞ്ഞത് ഇല്ല, ഇത് സംഭവിക്കുമെന്ന് തന്നെയാണ്. വീണ്ടും കൊറോണയെക്കുറിച്ച് പ്രവചിച്ചു. കൊറോണ വരുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇത് വരുമെന്ന് പറഞ്ഞ് സുഖമായി പോയി ഇരിക്കുകയല്ല, ആ കൊറോണയുടെ എഫക്റ്റ് ആദ്യമായി അനുഭവിക്കാനും ദൈവം പ്രവാചകനെ അനുവാദം കൊടുത്തു. നീ കൊറോണയിലിരുന്നോ അല്ലെങ്കിൽ ക്വാറന്റൈനിലിരുന്നോ, കുറച്ച് ദിവസം നീ ബ്ലോക്കായിട്ട് ഇരുന്നോ എന്ന് പറഞ്ഞു. ദൈവം അനുവദിച്ചു. അവിടെയും നമ്മൾ കാണുന്ന ഇതേ വിഷയം തന്നെയാണ്. ഒരുവരെ ദൈവം ഉയർത്തി, ദൈവം തൻ്റെ പ്രവചന ദൗത്യം കൊടുത്ത്, ദൈവത്തിൻ്റെ സുവിശേഷം കൊടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, കഷ്ടതയും പ്രതികൂലവും പ്രതിസന്ധിയും തൻ്റെ ജനത്തിന് വരുന്നതിന് മുൻപേ പ്രവാചകൻ പലതും അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ചില പ്രതികൂലങ്ങൾ, ചില കണ്ണുനീരുകൾ, ചില കഷ്ടതകൾ, ചില ഒറ്റപ്പെടലുകൾ അവൻ അനുഭവിച്ചേ പറ്റൂ. അതാ ഇവിടെ എല്ലാം പ്രവാചകനിലൂടെ കാണുന്നത്. അന്ന് ബ്രദർ ഞങ്ങളോട് പറഞ്ഞു, മോനെ ഇത് പഠിക്കണം, എസെക്കിയേലിനെ നിങ്ങൾ പഠിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എസെക്കിയേലിൻ്റെ പ്രവചനങ്ങൾ മുഴുവൻ വായിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല ദൈവത്തിൻ്റെ സ്നേഹം.
പലപ്പോഴും ഞാൻ വായിക്കുമ്പം ഇവിടെ ശിക്ഷിക്കുന്നൊരു ദൈവത്തെയാണ് കാണുന്നത്, കഠിനമായ ഒരു ദൈവത്തെയാണ് കാണുന്നത്. പക്ഷെ പിന്നീട് ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പം, പിന്നീട് പലവിധ കാര്യങ്ങളിലേക്ക് കടന്നു വന്നപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ സ്നേഹം അതാ, ദൈവത്തിൻ്റെ കരുതൽ അതാ. സിംഹാസനത്തിലിരിക്കുന്ന യേശുവിനെ ഇതാ എസെക്കിയേൽ കണ്ടു, എസെക്കിയേലിലേക്ക് വചനം കൊടുത്തു, എസെക്കിയേൽ ആ വചനം സ്വീകരിച്ചു, അവനത് മധുരിച്ചു. പക്ഷെ പിന്നീട് അത് കയ്പായി മാറി. എങ്ങനെ? ഇസ്രായേൽ ജനത്തിനും യൂദാ ഭവനത്തിനും വരേണ്ട സകല കഷ്ടതകളും ഇതാ എസെക്കിയേലിന്റെ ജീവിതത്തിൽ കയ്പുള്ള അനുഭവം. 390 ദിവസം വലതുവശത്തേക്ക് തിരിഞ്ഞ്, 40 ദിവസം ഇടതുവശത്തേക്ക് തിരിഞ്ഞ് മാത്രം കിടക്കുന്ന ഞെരിഞ്ഞ അവസ്ഥ, കെട്ടിയിട്ട അവസ്ഥ, ഒറ്റയ്ക്ക് നിന്ന അവസ്ഥ, പൂട്ടിയിട്ട അവസ്ഥ, അതരം അണ്ണാക്കിൽ ഒട്ടിച്ച അവസ്ഥ, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ ഒരു വലിയ പ്രതികൂലങ്ങളിലൂടെ പ്രവാചകനെ കടത്തിവിടുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുക. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം കർത്താവിനെ കുറിച്ച് പറയുമ്പം ഒരു കാര്യം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഇതാ യേശു വന്ന് തൻ്റെ വചനം നൽകി, തൻ്റെ അനുഗ്രഹത്തെ നൽകി, തൻ്റെ കൃപാവരങ്ങളെ നൽകി, തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിനെ നീ മധുരമായി സ്വീകരിച്ചു, രക്ഷയെ നീ മധുരമായി സ്വീകരിച്ചു. പക്ഷേ ഇതിൻ്റെ എല്ലാം അവസാനം നീ രക്ഷയെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നീ രക്ഷയെ തള്ളിക്കളഞ്ഞാൽ ഒരു ശിക്ഷാവിധി കൂടെ ഉണ്ട് എന്ന് നീ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഒരു ശിക്ഷാവിധി കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാ ഇസ്രായേൽ ഭവനമേ, യൂദാ ഭവനമേ, പ്രവാചകന് ഞാൻ കൊടുക്കുന്ന ഈ സാക്ഷ്യങ്ങൾ, ഈ മേഖലകൾ, ഇത് മുഴുവൻ ഇസ്രായേൽ ജനം അനുഭവിക്കാൻ പോവുകയാണ്. ഇത് മുഴുവൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ ഇത് സംഭവിക്കും, ഇത് കടന്നു വരും എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ട പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ കണ്ണുകളെ കടയ്ക്കാം. കർത്താവേ, ഞങ്ങളുടെ കൺമുൻപിൽ അനേക മേഖലകൾ കടന്നു വന്നിട്ടുണ്ട്, അനേക വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കർത്താവായ യേശുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുവേ, കൊടുങ്കാറ്റായി അവിടുന്ന് കടന്നു വന്ന അവസ്ഥകളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ചൂട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിച്ച് പ്രവചനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പലവിധ കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞവരാണോ, അതെയോ ആ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ദൈവമഹത്വത്തിൽ കാണുന്ന, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണോ, അതെയോ പരിശുദ്ധാത്മാവിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാണോ? ഞങ്ങളിന്ന് പരിശോധിക്കുക. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ യേശുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ യേശുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ യേശുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. എവിടെയൊക്കെയോ ഞങ്ങൾക്ക് വീഴ്ചകൾ പറ്റി, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. എല്ലാവരും ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് പിൻവലിക്കരുതേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ യേശുവേ. നിന്റെ വചനത്താൽ ഞങ്ങളെ നീതീകരിക്കണമേ, നിന്റെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, നിന്റെ സ്വർഗീയ മഹത്വത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് കാണുന്നത് അത് തന്നെ ഇസ്രായേലും അനുഭവിച്ചു. ഒരു കോംപ്രമൈസും ഇല്ല. ബാബിലോണിൽ അവരും ഇതേ അവസ്ഥ തന്നെ. ഒറ്റപ്പെടുന്ന, ബന്ധനത്തിലാക്കപ്പെടുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ഭക്ഷണമില്ലാതെ വരുന്ന, ഒരു ദിവസത്തെ ആഹാരമില്ലാതെ വരുന്ന, വെള്ളമില്ലാതെ ഉണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങളിലൂടെയും ഇസ്രായേൽ ജനവും യൂദാദേശവും മുന്നോട്ട് പോയി എന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മുൻപിൽ ഈ കഷ്ടത വരാതിരിക്കട്ടെ. ദൈവം തൻ്റെ നീതിപൂർവം നമ്മെ വിധിക്കുമ്പം ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുവാൻ, എസെക്കിയേൽ കണ്ട മഹത്വം, യെശയ്യാ കണ്ട മഹത്വം, മോശ കണ്ട മഹത്വം, അത് ആ മഹത്വത്തിൽ ദർശിക്കുവാൻ, നമ്മുടെ വായിൽ അത് മധുരമായി മാറുവാൻ, അത് ഉദരത്തിൽ കയ്പായി മാറാതെ അത് വായിൽ മധുരമായി അനുഗ്രഹമായി കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വൻ കൃപ നമ്മുടെ മേൽ നിറയട്ടെ.